നമുക്കാദ്യം ഈ പത്രസമ്മേളനം ഒന്ന് കേൾക്കാം, അതിനുശേഷം കാര്യം പറയാം. മലപ്പുറം ജില്ലയിലെ ചെറുകര ലാൻഡ് അക്വിസിഷൻ നടപടികൾ പൂർത്തീകരിച്ചു. വാണിയമ്പലം മേൽപ്പാലം പൂർത്തീകരിക്കാത്തത് എന്ത്? ഇതിന്റെ കാരണം എന്താണ്? ഇവിടങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരല്ലോ. ചെറുകരയിലെ ഇടതുപക്ഷത്തിന്റെ എം എൽ എ അല്ല, നമ്മുടെ നാട്ടിലെ പട്ടിക്കാട് മഞ്ചേരി മണ്ഡലത്തിൽ വരുന്നതാണ്, ഇടതുപക്ഷത്തിന്റെ എം എൽ എ അല്ല. ചെറുകര പെരുന്തൽമണ്ണ മണ്ഡലത്തിൽ വരുന്നതാണ്, ഇടതുപക്ഷത്തിന്റെ എം എൽ എ അല്ല. ഇടതുപക്ഷ സർക്കാരിന് എന്തെങ്കിലും രാഷ്ട്രീയ വിരോധം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടങ്ങളിലെല്ലാം ഇതിന്റെ നടപടികളുമായി പോകുമായിരുന്നു. കേട്ടില്ലേ? ഇതിൽ അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. UDFിൻ്റെ MLA മാരുള്ള പല സ്ഥലങ്ങളിലും ഇതിന് അനുമതി ലഭിച്ചിട്ടുണ്ട്, അപ്പോൾ രാഷ്ട്രീയ പകപോക്കലൊന്നും ഇതിലില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് വാണിയമ്പലത്തിലേക്ക് വീണ്ടും വരുന്നുണ്ട്. എന്തായാലും വിഷയം വാണിയമ്പലം റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. അതിൻ്റെ മുമ്പ് നമ്മുടെ MLA കഴിഞ്ഞ ആഴ്ച നടത്തിയ നല്ല ഒരു വിശദീകരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ കേട്ടു. MLA എന്ന നിലക്ക് ഒരു റെയിൽവേ മേൽപ്പാലം ഇവിടെ വരേണ്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ റെയിൽവേയുടെ ഫണ്ട് ഇതിന് അനുവദിച്ച് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് പൂർത്തീകരിച്ചു, മണ്ണ് പരിശോധന നടത്തി. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രവുമല്ല, നിയമസഭക്കകത്തു നിന്നും സഭയുടെ അനുമതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മേടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. സംസ്ഥാന സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്ത് ഇതിന് വേണ്ട മറ്റ് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കടലാസുകൾ കടക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലാണ്. ആ സംസ്ഥാനം ഭരിക്കുന്നത് LDF ആണ്, CPM ആണ്. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് LDFിൻ്റെ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഇതിൽ ഭൂമി ഏറ്റെടുത്ത് ഇത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ, പണി പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നത് എന്നതാണ്. ഒന്നുമില്ലെങ്കിൽ സർക്കാർ ഇതത്ര താല്പര്യത്തിലെടുക്കുന്നില്ല, അതല്ലെങ്കിൽ ഈ പ്രാദേശിക നേതാക്കന്മാർ ഇവിടുത്തെ MLA UDFകാരനായതുകൊണ്ട് ഒരിക്കലും ഈ പദ്ധതി ഇവിടെ വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതിന് തടസ്സം നിൽക്കുന്നുണ്ട്. ഇത് രണ്ടിലൊന്ന് സംഭവിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. സൈബറിടത്തിലിരുന്നു കൊണ്ട് എന്തും വിളിച്ചു പറയാം. ഇലക്ഷൻ സമയത്ത് MLAക്കെതിരെ കിട്ടിയ അവസരം വെച്ചിട്ട് കുറേ നുണപ്രചരണം നടത്താം. ഇതൊക്കെ നിങ്ങൾ സാധാരണ ചെയ്യുന്നതാണ്, നിങ്ങൾ നുണയന്മാരാണ്. ആ പണിയെടുക്കുന്നതിനപ്പുറം